ഞാൻ ഇൻ ബിറ്റ്വീൻ ചോദിച്ചു, ബിക്കോസ് ഇതിലുള്ള ഡയലോഗ്സ് ഒക്കെ 2-3 പേജ്, എനിക്ക് ഓഡിഷന് വരുമ്പോഴേ 2-3 പേജിലാണ് ഡയലോഗ് തന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് പഠിക്കും, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കി പെട്ടെന്ന് പഠിച്ചപ്പോൾ ഹി വാസ് വെരി ഇംപ്രസ്ഡ്. അതിൽ സെറ്റിൽ വന്നപ്പം എല്ലാ ഡയലോഗ്സ് 5 മിനിറ്റ് പഠിച്ചത് കേട്ടോ. അപ്പൊ എനിക്ക് അപ്പൊ ക്ലിയർ ചെയ്തിട്ട് ദിലീപേട്ടൻ പറയും നമുക്ക് ഇങ്ങനെയും കൂടെ ചേർത്താം. അയ്യോ ഞാൻ പുതിയതാണ്, ഇവര് പുതിയതായി ചേർത്ത് പേപ്പറൊക്കെ എന്റെ ഡയലോഗ്സ് മൊത്തം എത്ര ഉണ്ടാവും. അപ്പൊ ഞാൻ ലാസ്റ്റ് ചേട്ടാ എന്തിനാ എനിക്ക് മാത്രം ഇത്ര എഴുതി. പക്ഷെ ഇപ്പൊ ഐ എം ജസ്റ്റ് താങ്ക്ഫുൾ കേട്ടോ, ബിക്കോസ് പിന്നീട് എനിക്ക് മനസ്സിലായത് ഇത് എത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിരുന്നു. സിനിമ 2 മണിക്കൂറിലധികം അല്ലെങ്കിൽ 2.5 മണിക്കൂർ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്കൊരു പ്രാധാന്യം, നിങ്ങൾക്കൊരു പ്രോമിനൻസി കിട്ടുന്നതിൽ ആ സംഭാഷണങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ദിലീപേട്ടന്റെ സിനിമകളിലൂടെ എത്രയോ പുതിയ നായകന്മാർ വരികയും പിന്നീട് ഒരു വളരെ പോപ്പുലർ ആവുകയും ചെയ്തിട്ടുണ്ട്. അതേ സിനിമകളിൽ തന്നെ നല്ല പാട്ടുകളുടെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. ഹിറ്റ് സോങ്സ് പലപ്പോഴും സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുൻപും പിന്നീടും പാട്ടുകളിലൂടെയാണ് വീട്ടിലിരുന്ന് ചാനലിലും ഇപ്പൊ യൂട്യൂബിലൊക്കെ കണ്ട ആളുകൾ ഒരു ആർട്ടിസ്റ്റിനെ പുതുതായിട്ട് തിരിച്ചറിയുന്നത്. ഈ സിനിമയിൽ അത്തരത്തിൽ പാട്ടുകൾ അപ്പിയർ ചെയ്തിട്ടുള്ളതിന്റെ ഒരു അനുഭവം കൂടെ ഒന്ന് പറയാം. ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ആണ്. നല്ല അടിപൊളി പാട്ട് കിട്ടുന്നതിന് പുറമെ എന്റെ പേര് റാണിയാന്നാണ്. എന്നെ കാണുന്നതിന് 1 വർഷം മുൻപ് തന്നെ ഷാരിസ് ചേട്ടന്റെ കൈ കൊണ്ട് ചിഞ്ചു റാണി എന്ന് എഴുതിയിട്ടുണ്ട് ഓൾറെഡി. ഇത് എന്നെ കണ്ട ശേഷം ഇട്ട പേരല്ല, സത്യമായിട്ടും എന്നെ കണ്ട ശേഷം ഇട്ടല്ല. എന്നെ കാണുന്നതിന് 1 വർഷം മുൻപേ കഥാപാത്രത്തിന്റെ പേരിട്ടിട്ടുണ്ട്. അതേപോലെ ഇതിലെ പാട്ട് റാണി മേരി റാണി. സോ ആദ്യ പടത്തിൽ തന്നെ സ്വന്തം പേരിൽ പാട്ട് പ്രിൻസ് ആൻഡ് പ്രിൻസസ് എന്ന് പറയുമ്പോ പ്രിൻസസ് നിമിത്തമായി ഇതെന്തോ ഇതോട് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം കുറിച്ചിട്ടുണ്ടാവണം ഈ ദിവസം അല്ലെങ്കിൽ ഈ സമയം ഈ ഒരു പ്രൊജക്റ്റിൽ വന്ന് പങ്കുചേരണം. ഞാൻ അത് സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നത്. വേറൊരാളുടെ പെർസ്പെക്ടീവിൽ ഇതൊരു കോയിൻസിഡൻസ് ആയിട്ട് എടുക്കാം, അത് എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്റെ പെർസ്പെക്ടീവിൽ ദിസ് ഈസ് ഫ്രം ദ ഗിഫ്റ്റ് ഫ്രം ദ യൂണിവേഴ്സ്, അങ്ങനെ പറയാനാണ് ഇഷ്ടം. ഇനി ഇതര കഥാപാത്രങ്ങളെ കുറിച്ചുകൂടെ പറയാം. മഞ്ജു പിള്ളയുടെ പെർഫോമൻസ് ഗംഭീരമാണ്. ഇതിന് മുൻപ് ദിലീപേട്ടന് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, മീനാക്ഷി അവതരിപ്പിച്ചിരുന്ന ആ ക്യാരക്ടർ, അവരുടെ അമ്മയുടെ കഥാപാത്രം, കുറെ ഫീമെയിൽ ക്യാരക്ടർ ഇതിലുണ്ട് മൊത്തത്തിൽ. പിന്നെ ബിന്ദു പണിക്കരുടെ പെർഫോമൻസ്, സിദ്ദിഖ് സാറ്, ഓരോരുത്തരും, ധ്യാനുണ്ട്. അപ്പോൾ ഒരു പക്ഷെ തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുമ്പോൾ താരസമ്പന്നമായ ഒരു ചിത്രം കണ്ട ഒരു അനുഭവം പ്രേക്ഷകർക്ക് ലഭിക്കും. അപ്പോൾ അവരൊക്കെ കൂടെ വർക്ക് ചെയ്തതിൻ്റെയും അവരൊക്കെ പെർഫോമൻസ് സ്ക്രീനിൽ കണ്ടതിൻ്റെയും ഒരു അനുഭവം എങ്ങനെയാണ് പറയാ? കൂടെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ബിക്കോസ് ഞാൻ ഇവരുടെ മുന്നിലാണ് ഈ ദേഷ്യപ്പെടുന്നതും ചിരിക്കുന്നതും ഇതൊക്കെ കാണിക്കുമ്പം എന്നെ സംബന്ധിച്ച് ഇവർ ഇത്രയും ലെജൻഡ് ആക്ടേഴ്സ് ഫ്രണ്ടിൽ നിൽക്കണം, ഞാൻ എന്താ ചെയ്യുക? എനിക്ക് എവറി ഷോട്ടിലേക്ക് ഞാൻ കേൾക്കുമ്പോൾ ഇതിലൊരു സീനിൽ ഫസ്റ്റ് ബിന്ദു ചേച്ചിയോട് അഭിനയിക്കുകയാണ്.